മലബാർ കല്യാണ വീട്ടിലൊക്കെ കിട്ടുന്ന ഈ നെയ്ച്ചോറിൻ്റെ രുചി അറിഞ്ഞാൽ പിന്നെ നിങ്ങൾ ഇങ്ങനെ ചെയ്യുള്ളൂ. അടിപൊളി ടേസ്റ്റാണ്. ഈ റെസിപ്പി ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ കല്യാണ വീട്ടിലൊക്കെ കിട്ടുന്ന അതേ രുചിയിൽ ഈസി ആയിട്ട് തയ്യാറാക്കാം. ഞാൻ അക്ബർ, വെൽക്കം ടു രുചി ലാബ്. പാനിൽ എണ്ണ ചൂടാക്കി നെയ്ച്ചോറ് ഗാർണിഷ് ചെയ്യാൻ വേണ്ട സവോള ചേർത്ത് ഗോൾഡൻ ബ്രൗൺ കളറാക്കി ഫ്രൈ ചെയ്തെടുക്കാം. കൂടെ അണ്ടിപ്പരിപ്പും കിസ്മിസും ഫ്രൈ ചെയ്ത് മാറ്റി വെക്കാം. ഇനി നെയ്ച്ചോറ് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഇതുപോലൊരു പാനിലേക്ക് നെയ്യ് കൂടെ സവോള ഫ്രൈ ചെയ്ത ഓയിലും ചേർത്ത് എണ്ണ ചൂടായാൽ ഇതിലേക്ക് ഏലക്ക, കറുവപ്പട്ട, ഗ്രാമ്പു, പെരിഞ്ചീരകം ഇത്രയും ചേർത്ത് ജസ്റ്റ് ഒന്ന് റോസ്റ്റ് ചെയ്തിട്ട് ഇതിലേക്ക് ബാക്കിയുള്ള സവോള കൂടി ചേർത്ത് വഴറ്റിയെടുക്കാം. ഇതിൻ്റെ കളറ് മാറരുത്. ഇത് റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 10 മിനിറ്റ് വെള്ളത്തിൽ സോക്ക് ചെയ്ത് വെള്ളം വാർത്ത് വെച്ചിട്ടുള്ള കൈമ റൈസ് ചേർത്ത് ഹൈ ഫ്ലെയിമിൽ 4 മിനിറ്റ് സമയം റോസ്റ്റ് ചെയ്തെടുക്കാം. ഇതിലേക്ക് ഇനി നന്നായിട്ട് തിളച്ച വെള്ളം ഒഴിച്ചു കൊടുത്ത് മിക്സ് ചെയ്തിട്ട് കൂടെ പാകത്തിനുള്ള ഉപ്പും ചേർത്ത് തീ ഏറ്റവും കുറച്ച് വെച്ചിട്ട് 6 മിനിറ്റ് അടച്ചു വെച്ച് കുക്ക് ചെയ്യണം. ഇനി തുറന്ന് മിക്സ് ചെയ്തിട്ട് കുറച്ച് നെയ്യും കൂടി ചേർത്ത് സ്റ്റൗ ഓഫ് ചെയ്തിട്ട് 2 മിനിറ്റ് സമയം കൂടി അങ്ങനെ അടച്ചു വെക്കണം. ഇനി തുറന്ന് നെയ്ച്ചോറൊന്ന് ഗാർണിഷ് ചെയ്ത് മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ കിടിലൻ കല്യാണപ്പുര സ്റ്റൈലിലുള്ള നെയ്ച്ചോറ് റെഡി. ഇതുപോലുള്ള ടേസ്റ്റി ആൻഡ് ഈസി റെസിപ്പികൾക്ക് വേണ്ടിയിട്ട് രുചി ലാബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം. ഇതിൻ്റെ ഒരു ഡീറ്റെയിൽഡ് റെസിപ്പി വീഡിയോ താഴെ ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് കാണാം.